ഹലോ ഫ്രണ്ട്സ്, നെസ്ലയുടെ മിൽക്കി ബാറിൻ്റെ ഏറ്റവും പുതിയ സ്ട്രോബെറി ഫ്ലേവറാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കവറിന് പുറത്തായിട്ട് മിൽക്കി ബാറിൻ്റെ 4 പീസസ് നല്ല റോസ് നിറത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മിൽക്ക് ബേസ്ഡ് കൺഫെക്ഷണറിയാണ് വിത്ത് ആഡഡ് സ്ട്രോബെറി ഫ്ലേവർ. 2025 ഫെബ്രുവരിയിലാണ് ഈ സ്വീറ്റ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 10 രൂപയാണ്. 12.5 ഗ്രാമാണ് നെറ്റ് ക്വാണ്ടിറ്റി. സൈഡിലായിട്ട് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് പോസ് ചെയ്ത് വായിച്ച് നോക്കാം. പ്രൊപ്രൈറ്ററി ഫുഡിൽ സോഫ്റ്റ് കാൻഡി കാറ്റഗറിയിലാണ് ഈ ഒരു മിൽക്കി ബാർ വരുന്നത്. ഇവിടെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. പെർ 100 ഗ്രാമിൻ്റെയും പെർ സെർവിൻ്റെയും. പെർ സെർവ് എന്ന് പറയുന്നത് 12.5 ഗ്രാമാണ്. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് വായിച്ച് നോക്കാം. ഇതിൻ്റെ എനർജിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബാറിൻ്റെ എനർജി 66 കിലോ കാലറീസാണ്. അത് ഡെയിലി റിക്വയർമെൻറ്റിൻ്റെ 4% നമുക്ക് തരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വെറൈറ്റി കളർ മിൽക്കി ബാർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. കൊച്ചിലെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റാണ്. കൊച്ചിലെ എനിക്ക് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്നും ഇഷ്ടമില്ല. ആ കൂടെ ഇഷ്ടമുണ്ടായിരുന്നത് ഈ ടൈപ്പ് വൈറ്റ് കോമ്പൗണ്ടിലുള്ള ചോക്ലേറ്റ്സ് ആണ്. ഇനി നമുക്ക് ഈ പുറമേ ഉള്ള എയർ ഫിൽഡ് പാക്കറ്റ് ഒന്ന് ടയർ ചെയ്യാം. പാക്കറ്റിന് പുറത്തുള്ളതുപോലെ തന്നെ നല്ല റോസ് നിറത്തിലാണ് കേട്ടോ മിൽക്കി ബാർ കാണാനായിട്ട്. എനിക്ക് സ്ഥിരം കാണുന്ന ചോക്ലേറ്റ്സ് വേറൊരു കളറിൽ കാണുമ്പോൾ എനിക്കതൊരു ഭയങ്കര കൗതുകമാണ്. കിറ്റ് കാറ്റ് വൈറ്റ് നിറത്തിൽ കാണുമ്പോൾ, മിൽക്കി ബാർ റോസ് നിറത്തിൽ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ചോക്ലേറ്റുകൾ ഒരു വെറൈറ്റി കളറിൽ കണ്ടാൽ ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ് ഇതും. കണ്ട ഉടനെ വാങ്ങി. ഇനി നമ്മൾ ഈ എയർ ഫിൽഡ് പാക്കറ്റ് പൊട്ടിക്കുമ്പോഴത്തേക്കും ഉള്ളിലായിട്ട് ഈ ഒരു റോസ് കളറിലെ ബാർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അത് പുറമേ എടുക്കുമ്പോൾ ALYP പിന്നെ ഒരു ലാസ്റ്റ് ട്രോഫി, ഇങ്ങനെ ആൽഫബറ്റ്സ് ഒരു ട്രോഫിയൊക്കെ വെച്ച ഒരു 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത ഒരു റോസ് കളറിലെ ബാറാണ് കാണാൻ പറ്റുക. അതിൻ്റെ ബാക്ക് പ്ലെയിൻ ആണ്. നല്ല റോസ് കളറിലെ ഒരു ബാറാണ് കേട്ടോ. എനിക്ക് ക്യൂട്ടായിട്ടുള്ള കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ കൂടെ നല്ല മണവുമാണ്. നല്ല മണമെന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഷേക്കിൻ്റെ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ നല്ല സ്വീറ്റായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ നല്ല വൈറ്റ് കോമ്പൗണ്ടിൽ സ്ട്രോബെറി ഫ്ലേവർ ചേർത്ത ആ ഒരു ടേസ്റ്റാണ്. നമ്മൾ നോർമലി സ്ട്രോബെറി ഐസ്ക്രീമും സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഒക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റിൻ്റെ സോളിഡ് ഫോമാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ടിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ യോജിച്ച് പോകുന്നത് ബെറീസും ചെറീസും ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും സ്ട്രോബെറി വൈറ്റ് കോമ്പൗണ്ട് കോമ്പിനേഷനാണ്. സോ അതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൂടാതെ റൂം ടെമ്പറേച്ചറിലാണ് ഞാനിത് കഴിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മെൽറ്റായിട്ട് എൻ്റെ കയ്യിലൊക്കെ അതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ്ഡ് ആവും. ഇനി എനിക്ക് കൊച്ചിലേ ഉള്ളൊരു ശീലം ഞാൻ ഇതിൽ ട്രൈ ചെയ്ത് നോക്കുവാണ്. കൊച്ചിലേ തൊട്ടേ ക്രീം ബിസ്ക്കറ്റിൻ്റെ ക്രീമെല്ലാം ഇളക്കി വെച്ചിട്ട് ചുരുട്ടിയെടുക്കുക, അതായത് ഉണ്ടയാക്കി എടുക്കുക. അതുപോലെ തന്നെ വേഫർ ഇല്ലാത്ത ഇങ്ങനത്തെ ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അതായത് മിൽക്കി ബാർ, അതുപോലെ തന്നെ ഡയറി മിൽക്ക്, ഇതുപോലെയുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ നമുക്കിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഈ ചപ്പാത്തിയുടെ ഉരുളയൊക്കെ ഇല്ലേ, ചപ്പാത്തി മാവ് കുഴച്ച് ഉരുളയാക്കി എടുക്കുന്നത്, അതുപോലെ എടുക്കാൻ പറ്റും. അത് നമ്മുടെ കയ്യിലെ ടെമ്പറേച്ചറൊക്കെ കൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റും മിക്സും ആയിട്ടാണ് വരിക. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ ഒരു ക്രീം ബിസ്ക്കറ്റിൻ്റെ ക്രീം എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ക്യാൻഡീസൊക്കെ എടുത്തിട്ട് അത് നമുക്ക് ഫോണ്ടൻ്റ് ആർട്ടിന്, കേക്കിൻ്റെ ഫോണ്ടൻറ്റിന് ഉപയോഗിച്ചുവിടുന്നു. ഇനി ഒരിക്കലും അത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാവും. നന്നായിട്ട് മെൽറ്റായി എൻ്റെ കയ്യിലെല്ലാം ആയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ഒരു റൂം ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെ കൈയുടെ ഹീറ്റ് കൂടെ കൊണ്ടിട്ട് മെൽറ്റാകുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. സോ സ്ട്രോബെറി ഫ്ലേവറും വൈറ്റ് കോമ്പൗണ്ട് വിത്ത് സ്ട്രോബെറി ഫ്ലേവറും വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ടേസ്റ്റും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു പോപ്പുലർ ടേസ്റ്റാണ്, ഈ ഒരു സ്ട്രോബെറി മിൽക്ക് കോമ്പൗണ്ടും സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എന്നൊക്കെ പറയുന്നത്. സോ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ട്രൈ ചെയ്യുക. ടേക്ക് കെയർ. ബൈ ബൈ.